അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അള്ളാഹുവിനെ അറിയുന്നതിനുള്ളൊരു മാർഗം. എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു തുടക്കക്കാരനാണ്. എല്ലാവരും സഹകരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങൾ വഴിയെ വരും. എല്ലാവരും സമയത്ത് കേൾക്കുക, സമയം കിട്ടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹുവിനെ അറിയുന്നതിനുള്ളൊരു മാർഗം. അള്ളാഹുവിനെ അറിയുന്നതിനുള്ള മാർഗം തന്നെ ആത്മാവിനെ അറിയലാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തത്തെ അറിഞ്ഞവൻ തൻ്റെ രക്ഷിതാവിനെയും അറിഞ്ഞു. അതായത് നിന്നെ തന്നെ നീ അറിയാതിരിക്കുമ്പോൾ മറ്റൊരു വസ്തുവിനെ എങ്ങനെയാണ് നീ അറിയാം എന്നുള്ളത്. നമ്മളെ അറിയാതെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ മറ്റുള്ള ആളുകളെ കാര്യത്തിലേക്കൊക്കെ ഇടപെട്ട് നടക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മറന്നു പോവാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയാണ്, ഞാൻ എന്നെ അറിയുന്നുണ്ടല്ലോ എന്ന്. ആ വാദം ശരിക്കും അബദ്ധമാണ്. ആ ഒരു വാദം പലതരം ആളുകളുണ്ട്. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, ചില ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലൂടെ അള്ളാഹുവിനെ അറിയാൻ കഴിയൂല. ശരിക്കും ആ അറിവും മൃഗങ്ങളെ അറിവും ഒരുപോലെയാണ്. ശരിക്കും നമ്മളെ ആ അറിവ് ബാഹ്യമായ ശിരസ്, മുഖം, കൈക്കാലുകൾ, മാംസം, തൊലി, ഇതൊക്കെയാണ്. അന്തരംഗത്തെ സംബന്ധിച്ചാണെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. കോപം വരുന്ന സന്ദർഭത്തിലാണെങ്കിൽ അത് മറ്റുള്ളവൻ്റെ നേരെ കയർക്കണം. കാമം വികാരം അനുഭവപ്പെടുന്ന സമയമാണെങ്കിൽ അത് സംഭോഗം ചെയ്യണം. ഇത്രമേ ഞാൻ എന്നെക്കുറിച്ച് അറിയുന്നുള്ളൂ. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ദൃശ്യകാര്യങ്ങൾ സർവ്വമൃഗങ്ങളും നമ്മളോട് യോജിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അതിനാൽ നീ നിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് അന്വേഷിക്കേണ്ടത്? എവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ നിൽക്കുന്നത്? നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, എവിടൊക്കെ ഏതെല്ലാം ഭാഗങ്ങൾ, ഏതെല്ലാം സ്റ്റെപ്പുകൾ ഞാൻ താണ്ടി വന്ന് ഞാൻ ആലമുൽ ദുനിയാവിലേക്ക് നമ്മളെത്തി. മഹാത്മാക്കളുടെ ലോകത്ത് നിന്ന യാത്രയിലൂടെ വന്നിട്ട് അർഹാമിലെത്തി, അർഹാമെന്ന് ദുനിയാവിലേക്കെത്തി. അവിടെ എത്തിയപ്പോൾ ഈ ദുനിയാവിലാണ് ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നാം ആരാണ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അല്പം വിശദീകരിച്ച് ഞാൻ തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ സഹായം ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.